ഡിവൈഎഫ്ഐ ജില്ലാതല പഠനോത്സവം കട്ടപ്പന കുന്തളംപാറയിൽ സംഘടിപ്പിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തുക, സ്കൂൾ തുറക്കുന്ന വേളയിൽ പരിസരം ശുചിയാക്കുക തുടങ്ങിയ വിവിധ പരിപാടികൾ ഡിവൈഎഫ്ഐയുടെ ഉത്തരവാദിത്തമാണ്. ഈ നിലയിൽ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ഇതിന്റെ ഭാഗമായാണ് പഠനോത്സവം എന്ന പേരിൽ ഡിവൈഎഫ്ഐ ജില്ലാതല പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചത്. കുന്തളംപാറയിൽ 70ഓളം കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ബി അനൂപ് ഉദ്ഘാടനം ചെയ്തു. ഇത്തരം പ്രവർത്തനമായിട്ടുണ്ട്. ഒന്ന് നമ്മൾ സ്കൂളിലേക്ക് ഒന്നാം തീയതി എന്നാ സ്കൂൾ തുറക്കണേ? നിങ്ങളുടെ ഒന്നാം തീയതി നിങ്ങൾ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ സ്കൂളുകൾ, ഗവൺമെന്റ് സ്കൂളുകളെല്ലാം ഡിവൈഎഫ്ഐ അതാത് പ്രദേശത്തുള്ള ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ നല്ല ശുചീകരിക്കും, വൃത്തിയാകും. കാരണം 2 മാസം പഠനമൊന്നും ഇല്ലാത്തതിന്റെ ഭാഗമായി സ്കൂളിലോട്ട് ആരും ചെല്ലാതെ നിൽക്കുമ്പോൾ നിങ്ങളുടെ വാട്ടർ ടാങ്ക്, നിങ്ങളുടെ സ്കൂൾ പരിസരം എല്ലാം വളരെ മോശമാവും. അപ്പോൾ വീണ്ടും നിങ്ങൾ പഠിക്കാൻ ചെല്ലുമ്പോൾ അത് വൃത്തിയാക്കുക എന്ന ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? ഡിവൈഎഫ്ഐ ഏറ്റെടുത്താൽ ചെയ്യും. മറ്റൊന്ന്, ഇപ്പം SSLC +2ന്റെ റിസൾട്ട് വന്ന സമയമാണ്. അങ്ങനെ നമ്മൾ ഡിവൈഎഫ്ഐ പ്രവർത്തിക്കുന്ന പ്രദേശത്ത് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഡിവൈഎഫ്ഐ അനുമോദിക്കുന്നു. കൂടാതെ ഇങ്ങനെ അനുമോദിക്കുന്നത് കൂടാതെ സ്കൂൾ വൃത്തിയാക്കുന്നതോടെ ആ സ്കൂളിലേക്ക് ഒന്നാം തീയതി പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഡിവൈഎഫ്ഐയാൽ സാധ്യമാകുന്ന പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നു. ഈ നിലയിലാണ് ഡിവൈഎഫ്ഐ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേഖലയിൽ ഇടപെടുന്നത്. നല്ല കാര്യമാണോ? പഠിക്കുന്നവർക്ക് മൊമെന്റം കൊടുക്കുന്നു. 2, പഠിക്കാൻ വന്ന കുട്ടികളുടെ സ്കൂളുകൾ ശുചീകരിക്കുന്നു. 3, പഠിക്കാൻ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരുന്നു? പഠനോപകരണം തരും. അങ്ങനെ പ്രവർത്തിക്കുന്ന യുവജന സംഘടനയാണ് എന്ത്? ഡിവൈഎഫ്ഐ. അപ്പം എല്ലാവരും ഒരുപോലെ കാണുന്ന, ഒരു വേർതിരിവുമില്ലാതെ എല്ലാ വിദ്യാർത്ഥികളെയും എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിലയിൽ ഇവിടെ സംഘടിപ്പിച്ചത്. ഇവിടെ മാത്രമല്ല, നമ്മുടെ ജില്ലയിൽ എല്ലായിടത്തും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അതാത് പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ പഠനോപകരണം കൊടുക്കുന്ന പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ നമ്മൾ ചെയ്യുന്നത്. ആ ജില്ലയിലാകെ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനമാണ് ഇവിടെ വെച്ച് നമ്മളിപ്പോൾ നടത്തുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന നിങ്ങളെല്ലാവരെയും ഡിവൈഎഫ്ഐക്ക് വേണ്ടി അഭിനന്ദിക്കുന്നു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ശിവകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഫൈസൽ ജാഫർ, ബ്ലോക്ക് സെക്രട്ടറി നിയാസ് അബു, ബ്ലോക്ക് കമ്മിറ്റി അംഗം ബിബിൻ ബാബു, ജിഷ്ണു MM എന്നിവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നമ്മുടെ നിർഗുണം ചേട്ടനല്ലേ? നിർഗുണം ചേട്ടോ ചേട്ടാ, ഇയാള് തന്നെ മിണ്ടാത്ത ചേട്ടോ. യോ, ഇനി ചത്തു കുത്തിയിരിക്കുന്നത് വല്ലതും ആണോ? ദൈവമേ, യോ. പേടിപ്പിച്ച് കളഞ്ഞിലാണോ നോത്തെ? എന്നെ കോപ്പിലെ പരിപാടി കാണിച്ച് ചേട്ടൻ എന്നെ കാണിക്കുമായിരുന്നു. വിളിച്ചിട്ടാണെങ്കിൽ കേട്ടതുമില്ല. കണ്ണെന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിമ്മിയാല് മീനെ കിട്ടിയാല. എന്നിട്ട് ചേട്ടൻ ഒരു കണഞ്ഞോനെങ്കിലും കിട്ടിയോ? എന്റെ പൊന്നു നിർഗുണം ചേട്ടാ, നിങ്ങൾ ഈ വെയിലും കൊണ്ട് ഇവിടെ നട്ടുകുത്തിയിരിക്കുന്നത് പോലെ ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ആ ഹൈറേഞ്ച് വിലാസിലോട്ട് ചെല്ലു. അവിടെയാണെങ്കിൽ രാവിലെ വള്ളക്കാരുടെ നിന്ന് മേടിക്കുന്ന മീനെ ഉച്ചയ്ക്ക് തീമേശല, പിന്നെ കിടിലം വൈബും. എന്നാ വാടാനത്തെ നമുക്ക് ഹൈറേഞ്ച് വിലാസിലേക്ക് പോകാം.